ബാക്ക്ഗ്രൗണ്ടോട് നോക്കിയേ, എന്തെങ്കിലും അത്ഭുതകരമായിട്ട് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇതൊരു VFX എക്സാമ്പിളാണ്. അപ്പം നിങ്ങൾക്ക് ചുമ്മാ ഞാൻ ജസ്റ്റ് ഒരു വെറൈറ്റി കാണിച്ചു തന്നു. വെൽക്കം ബാക്ക് ടു ടെക് ടോക്ക് മലയാളം. നമ്മുടെ VFX പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ VFX തന്നെ വേറെ ലെവലാക്കുന്ന ഒരു മലയാളം മൂവി വരാൻ പോവാണ്. കുഞ്ഞാലി മരക്കാർ അറബിക്കടലിലെ സിംഹം, മോഹൻലാൽ നായകനാകുന്ന അടിപൊളി പടം. അത് പറയുന്നത്, റെക്കോർഡ് തീർത്തേക്കുന്നത് ഇതുവരെ മലയാളം ഇൻഡസ്ട്രിയിൽ, മലയാള ചരിത്രത്തിലെ ഏറ്റവും തുക മുടക്കിയ, ഏറ്റവും ബിഗ് ബഡ്ജറ്റ് VFX വേണ്ടി മുടക്കിയ മലയാള ചിത്രം. അതിനു മുമ്പ് നമ്മൾ കണ്ടത് പഴയ മലയാളം പടം അതിശയം എന്നൊക്കെ പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ട്. കൊച്ചിലെയാണ് അതാണ് നമ്മൾ മാസ്മരിക VFX ആയിട്ടൊക്കെ മലയാളത്തിൽ കണ്ടിട്ടുള്ളത്. അല്ലാതെ വേറെ മൈഡിയ കുട്ടിച്ചാതൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അന്നും അതൊരു വിസ്മയമായിരുന്നു. പക്ഷേ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് VFX മുടക്കിയ പടം വരാൻ പോകണം, കുഞ്ഞാലി മരക്കാർ. അപ്പം നമ്മളിവിടെ പറയാൻ പോകുന്നത് സിനിമയെപ്പറ്റി മാത്രമല്ല, എന്താണ് ഒരു കോമൺ മനുഷ്യനോട് VFX എന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും പിന്നെ VFXിലെ ഏറ്റവും ഹൈ ലെവലായ മൂവീസ് ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം. അപ്പം എന്താണ് നമുക്ക് മനസ്സിലാക്കണം. നിങ്ങൾ VFX പറ്റി അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കുറേ ഇൻട്രസ്റ്റിംഗ് മൂവീസിനെ പറ്റിയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ഹോളിവുഡ് സിനിമകളെ തന്നെ വെല്ലുന്ന രീതിയിലുള്ള VFX ആണ് ഈ കുഞ്ഞാലി മരക്കാരിലാണെന്ന് പറഞ്ഞത്. അപ്പോൾ 100 കോടി ബഡ്ജറ്റ്, മലയാളത്തിലെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസ് എമൗണ്ട് ഉള്ള പടം കൂടിയാണ്. അപ്പം VFX എന്താണ്? ഇതിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് VFX ആണ്. അപ്പോൾ VFX വന്നുള്ള ടെക്നോളജിയിലൊരു ഭയങ്കര അമാനുഷിക മാറ്റം തന്നെ ഉണ്ടായി. കാരണം നമുക്ക് അമാനുഷികമായ കുറെ സംഭവങ്ങളും, ജുറാസിക് വേൾഡ്, അങ്ങനെ അവഞ്ചേഴ്സിലെ അയൺമാന് പറക്കുന്ന പുതിയ പുതിയ ഹീറോസിലെ നമുക്ക് വിശ്വസനീയമല്ലാത്ത കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ വന്നത് ഈ VFX കൊണ്ടാണ്. അപ്പം VFXന്റെ കോമൺലി വിളിക്കുന്നത് വിഷ്വൽ എഫക്ട്സ് എന്നാണ്. അതായത് വിഷ്വൽ എഫക്ട്സ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് VFX. എന്താണ് VFX? ഗ്രീൻ സ്ക്രീൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയത്തില്ലായിരിക്കും. പലരും കണ്ടിട്ടുണ്ട് സിനിമയുടെ VFX ഒക്കെ ചെയ്യുന്ന സമയത്ത് ഗ്രീൻ സ്ക്രീൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ഗ്രീൻ സ്ക്രീൻ മാത്രമല്ല VFX യൂസ് ചെയ്യാൻ പറ്റുന്നത്. 3 കളേഴ്സ് യൂസ് ചെയ്യാം. 3 കളേഴ്സ് എന്ന് വെച്ചാൽ ഗ്രീന്, റെഡ്, ബ്ലൂ, ഈ 3 കളർ. അതായത് RBG നിങ്ങൾ കേട്ടിട്ടുണ്ട്. RBG കളേഴ്സ് ആണ് നമ്മുടെ ഡിസ്പ്ലേസിലും ഡിജിറ്റൽ ക്യാമറാസിലും ഒക്കെ മെയിൻ ആയിട്ടുള്ള RBG. റെഡ്, ബ്ലൂ, ഗ്രീൻ, ഈ മെയിൻ കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടുതലായിട്ട് കണ്ടുള്ളത് ഗ്രീൻ ആണ്. മിക്കയിടത്ത് നോക്കിയാൽ VFX ചെയ്യുന്നത് ഗ്രീൻ കാണും. ബാക്കി കളേഴ്സ് എന്താണ് യൂസ് ചെയ്യാത്തത്? അതിന്റെ റീസൺ ഞാൻ ഒരു എക്സാമ്പിൾ സൈഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോൺ ഒന്ന് എടുക്കുക. എല്ലാവരെയും ഫോൺ കാണുമല്ലോ. ഫോൺ ഒന്ന് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് കൈ ശലം വെള്ളത്തിൽ നോക്കിയിട്ട് ജസ്റ്റ് ഒരു ഡിസ്പ്ലേയിലോട്ട് കുറച്ച് വെള്ളം തളിക്കുക. എന്നിട്ട് നേരെ നിങ്ങൾ വെയിലത്ത് കൊണ്ടുവന്ന് ഫോൺ വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ കുറെ കോളം കണ്ടിട്ട് അതിനകത്ത് കുറെ കളേഴ്സ് കാണാൻ പറ്റും. ഗ്രീൻ കളർ കാണാൻ പറ്റും മെയിനായിട്ട്. പിന്നെ കാണാൻ പറ്റുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ബ്ലൂ കാണാൻ പറ്റും, റെഡും കാണാൻ പറ്റും. അപ്പം ഇതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേ പിക്സൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ മെയിൻ ഡിസ്പ്ലേസും ഇതുപോലെ ക്യാമറാസും എല്ലാം ഇതുപോലെ പിക്സൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ പിക്ചർ കാണിക്കുന്നു. നിങ്ങളുടെ പിക്ചർ ശ്രദ്ധിച്ച് നോക്കാം. ചതുരക്കട്ട എടുത്തു കഴിഞ്ഞാൽ ഈ ചതുരക്കട്ടയ്ക്കകത്ത് ഡിസ്പ്ലേക്കകത്ത് കളേഴ്സ് ആണ്. അതായത് ബ്ലൂ, റെഡ്, ഗ്രീൻ. അതിൽ ഏറ്റവും കൂടുതൽ കളർ ഉള്ളത് ഗ്രീൻ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. ബ്ലൂ ആണെങ്കിൽ ഒരു 3-4 എണ്ണേ ഉള്ളൂ. റെഡ് ആണെങ്കിലും കുറച്ച് വേണം. പക്ഷെ അതിനെ അപേക്ഷിച്ച് ഗ്രീൻ ഏറ്റവും കൂടുതൽ കളറാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോഴും ആ ഒരു ഡിസ്പ്ലേയിലുള്ള ആ ഒരു കളേഴ്സ് ഗ്രീൻ പെട്ടെന്ന് നമുക്ക് മാറ്റാം. ഗ്രീൻ ആകുമ്പോൾ നമുക്ക് ആക്യുറേറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഫ്രണ്ട്സ് നമ്മുടെ ഗ്രീന് ഏറ്റവും കൂടുതൽ നമ്മുടെ സിനിമകളിലൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം VFX ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ കളർ ഗ്രീൻ ആണ്. കാരണം ബ്ലൂ വെച്ച് റെഡ് വെട്ടും ചെയ്യാം. പക്ഷെ മാക്സിമം പെർഫെക്ഷൻ ആ ഒരു VFXന് കിട്ടണമെങ്കിൽ ഗ്രീൻ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ അതിന്റെ റീസൺ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് VFXിലെ ഈ ലോകത്തിലിറങ്ങിയ സിനിമയിൽ ഏറ്റവും മാരക VFX യൂസ് ചെയ്ത സിനിമ കുറച്ച് നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമാസ് ഒക്കെ ഇതിനകത്ത് കാണും. എന്തായാലും കണ്ടില്ല എന്നോട് ക്ഷമിക്കണം. ഹിസ്റ്ററി പ്രകാരം ഏറ്റവും മാക്സിമം ടോപ്പ് VFX യൂസ് ചെയ്ത അവാർഡ്സും ഓസ്കാർ ഒക്കെ ഇട്ടുള്ള സിനിമാസാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് മൂവി ഇന്റർസ്റ്റെല്ലർ ആണ്. ഇന്റർസ്റ്റെല്ലർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മൂവി അടിപൊളി മൂവിയാണ്. നിങ്ങൾ കാണാത്തവർ കാണുക. ഞാൻ ഇനി മൂവീസിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, പേര് മാത്രമേ പറഞ്ഞുള്ളൂ. രണ്ടാമത് വരുന്നത് ടെർമിനേറ്റർ എന്ന് പറഞ്ഞ മൂവി. മൂന്നാമത് വരുന്നത് ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ മൂവിയാണ്. അതായത് അതിന് ഏകദേശം 8 ഓസ്കാർ, VFXന്റെ 8 ഓസ്കാർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മാരക സിനിമ അറിയാമല്ലോ. 3. ഇനി നമുക്ക് 4ാമത്, നിങ്ങൾ തന്നെ വിചാരിച്ച് കാണും ഈ പടം എന്താ പറയാനെന്ന് വിചാരിച്ച് കാണും. അത് പറയാതിരിക്കാൻ പറ്റാത്ത മൂവിയാണ് അവതാർ. വേറെ ലെവൽ VFXൽ തന്നെ ഒരു ചരിത്രം സൃഷ്ടിച്ച മൂവിയാണ് അവതാർ. 4ാമത് വരുന്നത് അവതാറാണ്. ടോപ്പിൽ 5ാമത് വരുന്നത് ഡോൺ ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദ ഏപ്സ് എന്നൊരു പടമുണ്ട്. അതായത് കുരങ്ങന്മാരുടെ ഒരു മൂവിയാണ്. നിങ്ങൾ പലരും കാണും. കണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് വേറെ ലെവൽ മൂവിയാണ്. നിങ്ങൾ കാണാം. VFX എന്ന് പറഞ്ഞാൽ അതാണ് VFX. അടുത്ത 6ാമത് വരുന്നത് അവഞ്ചേഴ്സ്
ഏജ് ഓഫ് അൾട്രോൺ. നിങ്ങൾ കണ്ടായിരിക്കും, അവഞ്ചേഴ്സ് ഫാൻസ് ആയിരിക്കും, വേറെ ലെവൽ VFX ആണ് അവഞ്ചേഴ്സിൽ. അപ്പോൾ ഈ ഒരു 6 മൂവീസ് ലോകത്തിലെ ടോപ്പ് VFX യൂസ് ചെയ്ത ഒരു 6 മൂവീസാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ തന്നെ മലയാളത്തിൽ നമുക്ക് പറയാൻ വേണ്ടി വരുന്ന ഒരു മൂവിയാണ് നമ്മുടെ കുഞ്ഞാലി മരക്കാർ. അല്ല, അതിൻ്റെ ഒരു ടീസറൊക്കെ ഇറങ്ങി, നിങ്ങൾ കണ്ടു കാണും. VFX വേറെ ലെവൽ VFX ആണ്. ഞാൻ പേഴ്സണലി കണ്ടിട്ടാണ് പറഞ്ഞത്. കൗതുകകരം ഒരു കാര്യമാണ് നമുക്ക് പറയാം. ഇതുപോലെ നമുക്ക് ലോകത്തിലെ മൂവീസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മൂവീസിലും നമ്മുടെ ഈ VFX ഉള്ള സിനിമ തന്നെയാണ്. അപ്പോൾ ഈ ഭൂമിയിലെ, ഈ വേൾഡിലെ, ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു 6 മൂവീസ് ഞാൻ പറയാം. ഇതുവരെ ഉള്ളതിൽ ടോപ്പായിട്ട് നിൽക്കുന്ന 6 മൂവീസ്. നിങ്ങൾക്ക് പലർക്കും കേൾക്കുമ്പോൾ കേൾക്കാത്തവരാണെങ്കിൽ ഞെട്ടൽ വരും ഉറപ്പായിട്ടും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ചെറിയൊരു വിഷമകരവും സന്തോഷകരമായ ഒരു വാർത്തയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർഷം മുമ്പ് നമ്മുടെ എൽക്കാലത്തെയും ഹിറ്റായ അവതാർ, VFXലെ ലോകത്തിലെ ടോപ്പ് ഗ്രോസിംഗ് മൂവിയായ, ടോപ്പ് കളക്ഷൻ നേടിയ മൂവിയായ അവതാർ ആയിരുന്നു. അതിനെ പൊട്ടിച്ചുകൊണ്ട് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം, ഈ അടുത്തിറക്കി ഇറങ്ങിയ 2019 ഇറങ്ങിയ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം പൊട്ടിച്ചിരിക്കുകയാണ്. $2.796 ബില്യൺ ആണ് ഏതിന് കിട്ടിയിരിക്കുന്നത്? അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡിലേക്ക് അവതാർ പോയിരിക്കുകയാണ്. $2.70 ബില്യൺസ് ഡോളറാണ്. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഫ്രണ്ട്സ്, 2009 ഇറങ്ങിയ അവതാറിനെ ഒരു കളക്ഷൻ പൊട്ടിക്കാനായിട്ട് ഒരു മൂവി വരുന്നത് ഈ ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴാണ്. ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പം അവതാർ വേറെ ലെവൽ മൂവിയാണ്. നിങ്ങൾ കാണാത്തവർ കാണത്തില്ല. ഞാനൊക്കെ ഒരു 6-7 തവണ, എനിക്കൊന്ന് 10-20 തവണ അവതാർ കണ്ടിട്ടുണ്ട്. അതുപോലെ ഹിറ്റ് മൂവിയാണ്. അപ്പം ആ ഒരു സിനിമയുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ സിനിമയാണെന്ന് നോക്കാം. ചെറിയൊരു ഡോളറിൻ്റെ വ്യത്യാസത്തിലാണ് അവതാറിനെ നമ്മുടെ എൻഡ് ഗെയിം പൊട്ടിച്ചത്, അവഞ്ചേഴ്സിൻ്റെ. അപ്പം ഈ ഒരു അവതാറിൻ്റെയും മൂന്നാമത്തെ പൊസിഷനുള്ള സിനിമയുടെയും ഡയറക്ടർ ഒരാൾ തന്നെയാണ്, ജെയിംസ് കാമറൂൺ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പറയുക. നമ്മുടെ മൂന്നാമത്തെ പടം ടൈറ്റാനിക് ആണ്. നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ അവതാറിൻ്റെയും ഡയറക്ടർ ജെയിംസ് കാമറൂൺ ആണ്. നമുക്ക് 4, 5, 6 പൊസിഷനുകൾ നോക്കിയേക്കാം. 4ാമത് വരുന്ന സ്റ്റാർ വാർ എന്ന് പറഞ്ഞ മൂവീസാണ്. നിങ്ങൾ കണ്ടിട്ടില്ല, ഒന്ന് കാണുക. അടുത്ത് 5ാമത് വരുന്നത് നമ്മുടെ ഇൻഫിനിറ്റി വാർ, അതായത് അവഞ്ചേഴ്സിൻ്റെ തന്നെ ഇൻഫിനിറ്റി വാർ ആണ്. 6ാമത് വരുന്നത് ജുറാസിക് വേൾഡ് ആണ്. അപ്പം ഏകദേശം നമ്മുടെ ഇതെല്ലാം VFXും, അപ്പം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയതും ഏറ്റവും കൂടുതൽ ടോപ്പ് VFX ഉള്ളതും എല്ലാ സിനിമയിലും VFX ഉണ്ട്. അപ്പം VFXിൻ്റെ ഈ വിഷ്വൽ മീഡിയയിൽ VFXിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ VFXിനെ പറ്റി ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൽ VFX ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ടോപ്പായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ പ്രീമിയർ പ്രോ, അഡോബ് പ്രീമിയർ പ്രോ. അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺസിലും VFX നല്ല രീതിയിൽ തന്നെ ചെയ്യാം. അതിനുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്, കൈൻ മാസ്റ്റർ ആൻഡ് പവർ ഡയറക്ടർ. ഈ 2 ആപ്ലിക്കേഷനും ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇത്രയൊക്കെ VFXിനെ പറ്റി കൊട്ടിഘോഷിച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു VFXിനെ പറ്റി ഒരു ചെറിയ ട്രിക്ക് കാണിച്ചില്ലേ മോശമല്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒരു VFXിൻ്റെ ഒരു ട്രിക്ക് നിങ്ങളെ കാണിക്കാം. ജസ്റ്റ് നിങ്ങൾ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടോട് നോക്കി, എന്തെങ്കിലും അത്ഭുതകരമായിട്ട് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇതൊരു VFXിന് എക്സാമ്പിളാണ്. അപ്പം നിങ്ങൾക്ക് ചുമ്മാ ഞാൻ ജസ്റ്റ് ഒരു വെറൈറ്റി കാണിച്ചു തന്നു, ഫോണിലും ഇതൊന്ന് ജസ്റ്റ് ചെയ്ത് കാണിച്ചു തന്നു. അപ്പോൾ VFX എന്ന് പറയുന്ന ഒരു അമാനുഷിക ടെക്നോളജി ട്രിക്ക് ഇനിയും ഡെവലപ്പ് ചെയ്ത് വേറെ ലെവലിലേക്ക് എത്തട്ടെയെന്ന് ആശംസിക്കുന്നു. നമ്മുടെ മലയാളം സിനിമയ്ക്ക് VFXിൻ്റെ ഒരു പ്രാധാന്യം ഇപ്പോൾ ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അടിപൊളി മലയാളം സിനിമാസും VFX യൂസ് ചെയ്ത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞ പോലെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആൻഡ് അടിപൊളി ടെക്നോളജി വീഡിയോസിനും വ്ളോഗിങ്ങും ഒക്കെ ഉണ്ട് നമ്മൾ. അപ്പോൾ നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. See you.